ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹതീരം വാടാനപ്പള്ളി ബീച്ച് റോഡ്. അടിപൊളി ഡ്രൈവ് നമുക്ക് കിട്ടും. മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് എപ്പോഴും ബെസ്റ്റായിട്ട് വരിക. സ്നേഹതീരം വരുന്നവർ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വഴി അങ്ങോട്ട് വിട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പെട്രോൾ അടിക്കാൻ മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തമ്പാനക്കടവ് അറപ്പ ബീച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹതീരം ആദ്യമായിട്ട് വരുന്നവർ അവർക്ക് ഈ സ്പോട്ട് അറിയില്ലെങ്കിൽ ഇവിടേക്കൊന്ന് വന്നോളൂ കേട്ടോ. സ്നേഹതീരം എത്തുമ്പോൾ നേരെ അങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ തമ്പാനക്കടവ് ഈ സ്പോട്ടിലെത്താൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കനാലിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കടയുണ്ട്, ഒരു പൊരിമീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർബാണ്. പിന്നെ ഈ കനാലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓഹോ ബീച്ച് എന്ന് പറയും. ഓഹോ ബീച്ച് കാണാൻ നൈറ്റാണ് സൂപ്പർ. കാരണം എന്താ വെച്ചാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി ആംബിയൻസ് ആണ് നൈറ്റ് കേട്ടോ. ഇതാണ് പൊരിമീൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഉച്ചയാണ്. അപ്പോൾ അവിടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫിഷ് ബിരിയാണി പറഞ്ഞേ. ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയായിരുന്നു. ഇപ്പം ഞാൻ ഒരു കൂട്ടിയൊന്നും എനിക്കറിയില്ല. ഫിഷ് ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഫിഷ് ബിരിയാണിയും 2 ഫിഷ് ഫ്രൈയും പറഞ്ഞിരുന്നു. എല്ലാം കൂടെ 220 രൂപയാണ്. പിന്നെ ഇത് ഓർഡർ കൊടുത്തതിൻ്റെ സൈഡിൽ ചെങ്ങാടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ കൂടെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫുഡ് വരുന്ന ടൈമിനകത്ത് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചങ്ങാടത്തിലൊക്കെ ഒന്ന് പോയി വരാൻ പറ്റും. പോയി വന്ന് നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴേക്കും ഫുഡ് റെഡിയാവും. അങ്ങനെ ഫിഷ് ബിരിയാണി വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഫിഷ് ബിരിയാണി പോലെയല്ലേ എനിക്ക് തോന്നിയത്. നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ ഒരു ബിരിയാണി റൈസ് കിട്ടില്ലേ, അതേപോലെ വീട്ടിലൊക്കെ നമ്മൾ വെക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി വന്നിരിക്കുന്നത്. ഫിഷ് ബിരിയാണി സൂപ്പറായിരുന്നെന്ന് ഈ പാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിരിയാണി നന്നായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു കടയിൽ പോയിട്ട് ഞാൻ തിന്ന സാധനത്തിന് വില ചോദിക്കാത്തത്. കാരണം തിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു. അപ്പോൾ റേറ്റ് പറഞ്ഞു 220 രൂപ എന്ന് പറഞ്ഞിരുന്നു, ഒരു ഫിഷ് ബിരിയാണിയും 2 ഫിഷ് ഫ്രൈയും കൂടെ. ചിക്കൻ ബിരിയാണിക്ക് ഞാൻ പ്രത്യേകം ചോദിച്ചിരുന്നു, കാരണം ഞാൻ ഫിഷ് ബിരിയാണി ആണല്ലോ കഴിച്ചിരുന്നത്. അപ്പോൾ 130 എന്ന് പറഞ്ഞു. ഇതിൻ്റെ റേറ്റ് ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ആരെങ്കിലും ആ വഴി പോകുന്നുണ്ടെങ്കിൽ പൊരിമീനിൽ കയറിയിട്ട് ബിരിയാണി കഴിച്ച് നോക്കൂട്ടോ. അങ്ങനെ അറപ്പ ബീച്ചിൽ നിന്ന് തമ്പാനം കടവിൽ നിന്ന് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു പോയിട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.